മനസ്സ് സത്യത്തിൻ്റെ വഴിയിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നത് തവക്കുലിൻ്റെ അഭാവം കൊണ്ടാണ്. തന്നോടൊപ്പം അള്ളാഹുവിൻ്റെ സാന്നിധ്യമുണ്ട്, എല്ലാ സമയവും അള്ളാഹു തൻ്റെ കൂടെയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ ഒരു സത്യപാതയിൽ നിന്നും അകറ്റാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫിർഔൻ്റെ സന്നിധിയിലേക്ക് മൂസ അലൈഹിസ്സലാമിയെയും ഹാറൂൻ അലൈഹിസ്സലാമിയെയും നിയോഗിച്ചയക്കുമ്പോൾ അള്ളാഹു അവർക്ക് കൊടുത്തൊരു വാക്കുണ്ട് സൂറത്ത് ത്വാഹയിൽ, തീർച്ചയായും ഞാൻ നിങ്ങളുടെ 2 പേരോടൊപ്പമുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഈ വാക്കുകൾ 2 പ്രവാചകന്മാർക്കും പകർന്ന ആശ്വാസവും ധൈര്യവും ഒരിക്കലും നമ്മൾക്ക് വർണ്ണിക്കാൻ സാധിക്കില്ല. ദൗത്യ നിർവഹണത്തിൻ്റെ വേളയിൽ മനസ്സിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജയിക്കാനും നല്ല വിശ്വാസത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി ഫിർഔൻ്റെ മുൻപിൽ നിലയുറപ്പിക്കാനും അവർക്ക് ധൈര്യം ലഭിച്ചത് അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. അള്ളാഹുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന ഉറച്ച വിശ്വാസമാണ്. നാടും വീടും വെടിഞ്ഞു പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെയും ആശ്വാസം നൽകിയത് ഈ വിശ്വാസം തന്നെയാണ്. എന്നോടൊപ്പം എൻ്റെ നാഥനുണ്ട്, അവൻ എന്നെ നേർവഴി കാണിക്കും. അതെ, നമുക്കും ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാം. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ.